Example 2. Find the Fourier series to represent the function f of x is equal to x if minus pi less than x less than 0 and pi minus x if 0 less than x less than pi. Also deduce that 1 by 1 square plus 1 by 3 square plus 1 by 5 square plus etc. is equal to square by 8. അപ്പോൾ ഇവിടെയും മൈനസ് പൈ ടു പൈയിലാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. പീരീഡ് 2π വരുന്നതായ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇഫ് മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആൻഡ് പൈ മൈനസ് എക്സ് if 0 less than x less than pi. ആദ്യം നമുക്ക് a നോട്ട് കണ്ടുപിടിക്കാം. a നോട്ട് ഈക്വൽസ് 1 by 2π integral minus pi to pi f of x dx equals 1 by 2π പീസ് വൈസ് ഡിഫൈൻ ചെയ്തേക്കുവാണ്. രണ്ട് ഇൻ്റർവെല്ലായിട്ട്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്, എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ, ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ പൈ മൈനസ് എക്സ് ഡി എക്സ്. ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 by 2π ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് പൈ ടു 0 പ്ലസ് പൈ മൈനസ് എക്സിനെ ടൈം ബൈ ടൈം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പൈയുടെ ഇൻ്റഗ്രൽ, പൈ കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് പൈ എക്സ് മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 ടു പൈ. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യുക. ഈക്വൽസ് 1 by 2π ഇൻറ്റു, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പം 0 by 2 0 ആയി പോകും, മൈനസ് എക്സിന് മൈനസ് പൈ കൊടുക്കുമ്പോൾ മൈനസ് പൈയുടെ സ്ക്വയർ, മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ പൈ സ്ക്വയർ തന്നെ, പൈ സ്ക്വയർ ബൈ 2 പ്ലസ് ഇതിലും അതുപോലെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു പൈ എന്ന് വരും, പൈ സ്ക്വയർ മൈനസ് ഇവിടെ പൈ സ്ക്വയർ ബൈ 2. ഇത്രയും അപ്പർ ലിമിറ്റിലെ വാല്യൂ ആണ്. ദെൻ ദാറ്റ് മൈനസ് ലോവർ ലിമിറ്റിലെ വാല്യൂ, ലോവർ ലിമിറ്റ് 0 ആണ്, പൈ ഇൻറ്റു 0 0 ആകും, എക്സ് സ്ക്വയർ ബൈ 2 അതും 0 സ്ക്വയർ ബൈ 2 0 ആകും. ഈക്വൽസ് 1 by 2π ഇൻറ്റു നെഗറ്റീവ് പൈ സ്ക്വയർ ബൈ 2 പ്ലസ് ഇവിടെ പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 2 എന്നാണ്, അത് 2 പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ എന്ന് വെച്ചാൽ അത് പൈ സ്ക്വയർ ബൈ 2 എന്ന് തന്നെ കിട്ടും. പൈ സ്ക്വയറിൽ നിന്ന് പൈ സ്ക്വയർ ബൈ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പൈ സ്ക്വയർ ബൈ 2. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. മൈനസ് പൈ സ്ക്വയർ ബൈ 2 പ്ലസ് പൈ സ്ക്വയർ ബൈ 2 ആണ്, ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അങ്ങനെ എ നോട്ടിൻ്റെ വാല്യൂ 0. കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ എ നോട്ട് 0 ആണ്. ഇനി നമുക്ക് എ എന്നുകളുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. എ എൻ ഫോർമുല 1 by പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽസ് 1 by പൈ ഇൻറ്റു ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നു മുമ്പത്തെ പോലെ, ഇൻ്റഗ്രൽ പൈ ടു 0, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് എന്നല്ലേ, സോ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഇൻ്റഗ്രൽ 0 ടു പൈ, അവിടെ വാല്യൂ പൈ മൈനസ് എക്സ് ആണ്, പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽസ്
നമുക്കിനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചുകൊണ്ട് ചെയ്യണം. എക്സിന്റെ ഒരു പവറും കോസും കൂടെ വന്നാൽ, അല്ലെങ്കിൽ എക്സിന്റെ ഒരു പവറും സൈനും കൂടെ വന്നാൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. എളുപ്പവഴിയിൽ ഉപയോഗിക്കുക. ഒറ്റ സ്റ്റെപ്പിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ? എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇനി മൈനസ് ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇങ്ങോട്ട് എഴുതണം 1 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ആ ഇന്റഗ്രലിന്റെ ഇന്റഗ്രൽ എഴുതണം. സൈൻ എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ. സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എൻ എന്നാണ്. അപ്പോൾ നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ, ഓൾറെഡി ഇവിടെ എൻ ഉണ്ടല്ലോ, അപ്പോൾ എൻ സ്ക്വയർ എന്നാകും. അപ്പോൾ ഇവിടെ 1 ആയി. ഇനി 1ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ഇവിടെ കഴിഞ്ഞു. കോൺസ്റ്റന്റിൽ എത്തി കഴിയുമ്പോൾ കഴിഞ്ഞു. ഇത്രയുമാണ് ആദ്യത്തെ ഇന്റഗ്രൽ. അതിന് ലിമിറ്റ് -π ടു 0. ഇനി പ്ലസ് സെക്കൻഡ് പൈ മൈനസ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായും കോസ് എൻ എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായും എടുത്തുകൊണ്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പൈ മൈനസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതണം. പൈ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്, പൈയുടെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ. അങ്ങനെയാണല്ലോ എളുപ്പവഴിയിൽ നമ്മൾ ചെയ്യുന്നത്. സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എൻ എന്നാണ്. അപ്പോൾ നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ, ഇവിടെ ഒരു എൻ ഉണ്ട്, കൂടാതെ ഒരു എന്നും കൂടെ വന്ന് എൻ സ്ക്വയർ. അതിന് ലിമിറ്റ് 0 ടു പൈ. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കുറെ മൈനസുകളൊക്കെ ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. 1/π ഇൻറ്റു ഇവിടെ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ. രണ്ടാമത്തെ ടൈം മൈനസ് ഇൻറ്റു മൈനസ് വരും, മൈനസ് ഇൻറ്റു മൈനസ് വരും, പ്ലസ് 1 ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇതിന് ലിമിറ്റ് -π ടു 0 പ്ലസ് ഇതേപോലെ രണ്ടാമത്തത് പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ. ഇവിടെയുണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, വീണ്ടും ഒരു മൈനസ് ഉണ്ട്, മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അത് ലിമിറ്റ് 0 ടു പൈ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈക്വൽസ് 1/π ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ഇൻറ്റു സൈൻ 0 എന്നാണ് വായിക്കുന്നത്, അത് 0 ആയി പോകും. പ്ലസ് കോസ് 0 ആണ്, അത് 1 ആണ്, 1/n സ്ക്വയർ. ഇത്രയും അപ്പർ ലിമിറ്റ് വാല്യൂ. മൈനസ് ഇനി ലോവർ ലിമിറ്റ് നെഗറ്റീവ് പൈ കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ എന്നല്ലേ വരുന്നത്, അല്ലെങ്കിൽ സൈൻ നെഗറ്റീവ് എൻ പൈ എന്നാണ് ഓൾറെഡി പറഞ്ഞതാണ്. പൈയുടെ മൾട്ടിപ്പിൾസിൽ സൈൻ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. പ്ലസ് ഇവിടെ കോസ് എൻ പൈ എന്ന് വരും, അല്ലെങ്കിൽ കോസ് നെഗറ്റീവ് എൻ പൈ എന്ന് വരും. കോസ് പൈ ആയാലും കോസ് നെഗറ്റീവ് എൻ പൈ ആയാലും അതിന്റെ വാല്യൂ -1/n ആണ്. -1/n ബൈ എൻ സ്ക്വയർ. ഇത്രയാണ് ആദ്യത്തെ ഇന്റഗ്രലിന്റെ ഇവാലുവേഷനിൽ കിട്ടുന്ന വാല്യൂ. ഇതുപോലെ രണ്ടാമത്തെ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. എക്സിന് പൈ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പൈ മൈനസ് പൈ എന്നല്ലേ വരുന്നത്, അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പൈ മൈനസ് പൈ എന്നാ വരുന്നത്, 0 ആയി പോകും. അങ്ങനെ 0 മൈനസ് ഈ രണ്ടാമത്തെ ടൈമിലേക്ക് കോസ് എൻ എക്സിലേക്ക് എക്സിന് പൈ കൊടുക്കുമ്പോൾ കോസ് എൻ പൈ എന്നാണ് വരുന്നത്. കോസ് എൻ പൈയുടെ വാല്യൂ -1/n ബൈ എൻ സ്ക്വയർ. ഇത്രയും അപ്പർ ലിമിറ്റ് വാല്യൂ. മൈനസ് ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 എന്നാണ് ഇവിടെ വരിക, സൈൻ 0 0 ആണ്. മൈനസ് ഇവിടെ കോസ് 0 വരും, അത് 1/n സ്ക്വയർ. അങ്ങനെ 1/π ഇൻറ്റു 1/n സ്ക്വയർ. ഇവിടെ വീണ്ടും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/n സ്ക്വയർ ഉണ്ട്. അങ്ങനെ 1/n സ്ക്വയറുകൾ രണ്ടെണ്ണം ഉണ്ട്, നമുക്കത് 2/n സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ -1/n ബൈ എൻ സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇത് പ്ലസ് ആണ്.
മൈനസ് 1 റേസ് ടു n ബൈ n സ്ക്വയർ ഉണ്ട്, അതിന് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് -2 ഇൻറ്റു -1 റേസ് ടു n ബൈ n സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നമുക്ക് ആ 2 ബൈ n സ്ക്വയർ ഇനി പുറത്തെടുക്കാം. അപ്പോൾ 2 ബൈ പൈ n സ്ക്വയർ ഇൻറ്റു ബാക്കി പിന്നെ 1 മൈനസ് 1 റേസ് ടു n. ഇത് n ഓടും ഈവനും ആകുന്ന കേസ് വെച്ച് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു n ഓഡ് ആകുമ്പം -1 റേസ് ടു ഓഡ് നമ്പർ -1 ആയി, അങ്ങനെ 1 മൈനസ് -1 1 പ്ലസ് 1 2 എന്നാകും. 2 ഇൻറ്റു 2 4. ഓൾറെഡി ഇത് പറഞ്ഞതാണ് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ. 4 ബൈ പൈ n സ്ക്വയർ എന്ന് വരും. എപ്പോഴാ? ഇഫ് n ഈസ് ഓഡ്. ഈവൻ ആകുമ്പോൾ അത് 0 ആകും. -1 റേസ് ടു ഈവൻ നമ്പർ 1 ആണ്. 1 മൈനസ് 1 0 ആയി പോകും. വാല്യൂ 0 ആകും ഇഫ് n ഈസ് ഈവൻ. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് an ആണ്. ഇനി bn കാണാം. നെക്സ്റ്റ് bn is equal to 1 by pi integral minus pi to pi f of x into sin nx into dx. That is equal to 1 by pi into integral split ചെയ്യുക, integral minus pi to 0. അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. സോ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ, ആ ഇൻ്റർവെലിൽ പൈ മൈനസ് എക്സ് ആയിരുന്നു വാല്യൂ, പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. മുമ്പത്തെ പോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വൺ ബൈ പൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ, നെഗറ്റീവ് ഇടാം, ബൈ എൻ ഉണ്ട്. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ. ഇപ്പോൾ ഇവിടെ ഉള്ള എന്നൂടെ ചേർത്ത് എൻ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് അത് കഴിഞ്ഞു. അതിന് ലിമിറ്റ് കൊടുക്കാം. ഫ്രം മൈനസ് പൈ ടു 0 പ്ലസ് ഇതുപോലെ രണ്ടാമത്തെ ടൈമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ പൈ മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അതിന് ലിമിറ്റ് 0 ടു പൈ. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഈക്വൽസ് 1 ബൈ പൈ നെഗറ്റീവ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ -1 ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അത്രയിന് ലിമിറ്റ് -π ടു 0 പ്ലസ് നെഗറ്റീവ് പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ് 3 മൈനസ് ഉണ്ട്, അത് ഗെയിൻ മൈനസ് ആണ്. 1 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ഫ്രം 0 ടു പൈ. ഇനി ഇവാലുവേറ്റ് ചെയ്യാം. ഈക്വൽസ് 1 ബൈ പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ -0 എന്നാണ് വായിക്കുന്നത്, 0 ഇൻറ്റു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ 0 ആയി. സൈൻ 0 രണ്ടാമത്തെ ടൈം സൈൻ 0 ആണ്, അതും 0 ആയി. അപ്പർ ലിമിറ്റിലും 0, അപ്പർ ലിമിറ്റിൽ രണ്ട് വാല്യൂ 0 മൈനസ്. ഇനി ലോവർ ലിമിറ്റ് നെഗറ്റീവ് പൈ കൊടുക്കാം. മൈനസ് എക്സ് എന്നാണ്, അപ്പോൾ മൈനസ് നെഗറ്റീവ് പൈ എന്നാണ്, അത് പൈ എന്നാകും. കോസ് എൻ പൈ, കോസ് എൻ നെഗറ്റീവ് പൈ അല്ലെങ്കിൽ കോസ് എൻ പൈ എന്ന് പറയുന്നത് -1 റേസ് ടു n ബൈ n പ്ലസ് സൈൻ എൻ പൈ അല്ലെങ്കിൽ സൈൻ എൻ നെഗറ്റീവ് പൈ 0. ആദ്യത്തെ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ കഴിഞ്ഞു. ഇനി പ്ലസ്
ഇതേപോലെ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ പൈ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പൈ മൈനസ് പൈ എന്നാണ് വരിക. പൈ മൈനസ് പൈ 0 ആണ്. ആദ്യത്തെ ടൈം 0 ആയി. മൈനസ് സൈൻ എൻ പൈ അതും 0. പൈയുടെ മൾട്ടിപ്പിൾസിൽ സൈൻ്റെ വാല്യൂ 0, സൈൻ എൻ പൈ 0. അപ്പോൾ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലെ രണ്ട് ടൈമും 0 ആണ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ മൈനസ് പൈ മൈനസ് 0 അത് മൈനസ് പൈ വരും. കോസ് 0 1 ബൈ എൻ മൈനസ് പൈ ബൈ എൻ മൈനസ് ഇവിടെ സൈൻ 0 എന്നാണ് വരിക 0. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. 1 ബൈ പൈ ഇൻറ്റു ഈ ആദ്യത്തേതിൽ ഈ ഒരെണ്ണമല്ലേ ഉള്ളൂ, മൈനസ് പൈ ഇൻറ്റു മൈനസ് 1 റേസ് ടു എൻ ബൈ എൻ. രണ്ടാമത്തെ ഭാഗത്ത് ഒരെണ്ണേ ഉള്ളൂ ഇത്, അത് മൈനസ് മൈനസ് പ്ലസ് ആകും, പ്ലസ് പൈ ബൈ എൻ. ഇപ്പം നമുക്ക് ആ പൈ ബൈ എൻ ഇനി പുറത്തെടുക്കാം. 1 ബൈ പൈ ഇൻറ്റു പൈ ബൈ എൻ ഇൻറ്റു ബാക്കി ഇവിടെ മൈനസ് മൈനസ് 1 റേസ് ടു എൻ വരും, ഇപ്പുറത്ത് പ്ലസ് 1 വരും. 1 ആദ്യം എഴുതാം. 1 മൈനസ് മൈനസ് 1 റേസ് ടു എൻ മുമ്പ് വന്നതുപോലെ തന്നെയാണ്. അത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഓഡ് ഈവൻ എന്ന രീതിയിൽ പൈ പൈ ക്യാൻസലായി. ബാക്കി 1 ബൈ എൻ ഇൻറ്റു 1 മൈനസ് മൈനസ് 1 റേസ് ടു എൻ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഡ് ആകുമ്പോൾ അത് 2 ആകും അതിൻ്റെ വാല്യൂ. അങ്ങനെ 2 ബൈ എൻ ഇഫ് എൻ ഈസ് ഓഡ്. എൻ ഈവൻ ആകുമ്പോൾ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ 0 ആകും. 0 ഇഫ് എൻ ഈസ് ഈവൻ. ഇവിടെ എ എന്നും നോട്ട് ഈക്വൽ ടു 0 നോൺ സീറോ വാല്യൂസ് ഉണ്ട്, ബി എന്നിനും കുറച്ച് നോൺ സീറോ വാല്യൂസ് ഉണ്ട് എൻ ഓഡ് ആകുന്ന കേസ്. അത് വെച്ചിട്ട് നമുക്ക് സീരീസ് എഴുതാം. ദ ഫോറിയർ സീരീസ് ഈസ് Fourier series representation for f of x is f of x equals a naught plus summation n equals 1 to infinity a n cos nx plus summation n equals 1 to infinity b n sin nx equals a naught 0 ആയിരുന്നു. ഇനി എ എന്നുകളിൽ എൻ ഓഡ് ആവുന്ന കേസിലാണ് നമുക്ക് വാല്യൂസ് കിട്ടിയത്. സമ്മേഷൻ ഓവർ ഓഡ് എൻ എന്ന് എഴുതാം. എന്നിട്ട് അവിടെ കിട്ടിയ വാല്യൂ കൊടുക്കാം. നമുക്ക് അവിടെ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 4 ബൈ പൈ എൻ സ്ക്വയർ ആയിരുന്നു. 4 ബൈ പൈ എൻ സ്ക്വയർ, 4 ബൈ പൈ എൻ സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് പ്ലസ് രണ്ടാമത്തെ സമ്മും ഇതുപോലെ തന്നെ സമ്മേഷൻ ഓവർ ഓഡ് എൻ. ഇവിടെ കിട്ടിയ വാല്യൂ 2 ബൈ എൻ ആണ്. അപ്പോൾ ചെയ്തത് എൻ ഓഡ് ആകുമ്പോൾ 2 ബൈ എൻ, 2 ബൈ എൻ സൈൻ എൻ എക്സ്. ഇനി എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് 4 ബൈ പൈ ഇനി പുറത്തെടുക്കാം. 4 ബൈ പൈ ഇൻറ്റു ബാക്കി ഇനി എന്നിന് 1, 3, 5 എന്ന ഓഡ് നമ്പേഴ്സ് കൊടുക്കാം. കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കൊടുക്കുമ്പം കോസ് എക്സ് ബൈ 1 സ്ക്വയർ, 1 സ്ക്വയർ എഴുതണമെന്നില്ല, പ്ലസ് അടുത്തത് കോസ് 3x ബൈ 3 സ്ക്വയർ, ഒരു 3 ടൈം എഴുതാം, പ്ലസ് കോസ് 5x ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര. അവിടെ തീർന്നില്ല, ഇനി അടുത്ത സീരീസ് ഉണ്ട്. പ്ലസ് ഇതിൽ നമുക്ക് 2 ബൈ എൻ നിന്ന് 2 പുറത്തെടുക്കാം. 2 ഇൻറ്റു ബാക്കി നമ്മൾ വായിക്കുന്നത് സൈൻ എൻ എക്സ് ബൈ എൻ എന്നാ. അപ്പോൾ അതിന് എന്നിന് 1 കൊടുക്കുമ്പോൾ ഓഡ് വാല്യൂസ് കൊടുക്കുമ്പം സൈൻ എക്സ് ബൈ 1 അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് സൈൻ 3x ബൈ 3 പ്ലസ് സൈൻ 5x ബൈ 5 പ്ലസ് എക്സെട്ര. ഇതാണ് ഇവിടുത്തെ ഫോറിയർ സീരീസ്. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൂവ് ചെയ്യാൻ ഒരു റിസൾട്ട് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഡെഡ്യൂസ് ചെയ്യാൻ 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നതിൻ്റെ സമ്മ് 5 സ്ക്വയർ ബൈ 8 ആണെന്ന് പ്രൂവ് ചെയ്യണം. അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ബൈ 8 എന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ അതിന് ഈ സീരീസ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. ആദ്യം ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക. 1 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ എന്നല്ലേ. അപ്പോൾ അത് ഈ ആദ്യത്തെ സീരീസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്നാണ് 1 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സീരീസിലെ ടേമുകളെല്ലാം ഇല്ലാതാവണം. എന്ന് വെച്ചാൽ sin x 0 ആവണം, sin 3x 0, എക്സിന് നമ്മൾ വില ഇട്ട് കൊടുക്കുമ്പം sin x sin 3x sin 5x എല്ലാം 0 ആവണം. cos x cos 3x cos 5x എല്ലാം 1 ആവണം. ഇതിന്റെ മേളിൽ 1 ആണ്. എളുപ്പം മനസ്സിലാക്കാമല്ലോ. cos x 0, cos x ന്റെ വാല്യൂ 1 വരണം, sin x ന്റെ വാല്യൂ 0 വരണം. എവിടാ? x ഈക്വൽ 0 അല്ലേ. sin 0 0 ആണ്, cos 0 1 ആണ്. അപ്പൊ നമ്മൾ x ന് 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റിനിൽ പോയി നോക്കാം, ഈ 0 എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി പോയിന്റ് ആയിരുന്നോ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആയിരുന്നോ എന്നുള്ളത് നോക്കാം. അതുകൂടെ നോക്കിയിട്ടേ നമുക്ക് വിലയിട്ട് കൊടുക്കാവൂ. x ഈക്വൽ 0 എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് പോയിന്റാ. ഇവിടെ 0യിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്. 0യ്ക്ക് പുറകോട്ട് ഒരു വിലയും 0യ്ക്ക് മുന്നോട്ട് വേറെ വിലയുമാണ്. 0യ്ക്ക് പുറകോട്ട് എക്സും 0യ്ക്ക് മുന്നോട്ട് പൈ മൈനസ് എക്സുമാണ്. നമ്മൾ ഇതിനകത്തിൽ ഇവിടെ എക്സിന് 0 കൊടുത്താൽ 0 എന്നാണ് കിട്ടുന്നത്. ഇതിനകത്ത് എക്സിന് 0 കൊടുത്താൽ വേറെ വിലയാണ്, പൈ മൈനസ് 0, പൈ എന്നാണ് കിട്ടുന്നത്. ഡിഫറെന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂസ് ആ 0യിൽ. അപ്പോൾ സ്പ്ലിറ്റിംഗ് പോയിന്റിൽ വരുമ്പം ഈ സ്പ്ലിറ്റിംഗ് പോയിന്റ് ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ തിയറിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സിൻസ് 0 ആണ് കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലായി, അത് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണെന്ന് മനസ്സിലായി. സിൻസ് x ഈക്വൽ 0 is a point of discontinuity എന്ത് വേണം? f of 0 എന്നല്ല, f of 0 plus 0യിലെ റൈറ്റ് ലിമിറ്റ് പ്ലസ് f of 0 മൈനസ് 0യിലെ ലെഫ്റ്റ് ലിമിറ്റ്, ഇതിന്റെ ആവറേജ് ദാറ്റ് ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇസ് ഈക്വൽ ടു ഈ സീരീസിലേക്ക് എക്സിന് 0 കൊടുക്കണം. ഈ സീരീസ് റൈറ്റ് സൈഡിലെ എക്സിന്റെ സ്ഥാനത്തല്ല 0 ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുമ്പം 4/π ഇൻറ്റു cos 0 എന്നുള്ളത് 1 അല്ലേ. അപ്പോൾ 1/1 സ്ക്വയർ cos 3 ഇൻറ്റു 0 cos 0 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. പിന്നെ ഈ 2 ഇൻറ്റു എല്ലാം 0 ആയി പോകും. sin 0 sin 3 ഇൻറ്റു 0 sin 5 ഇൻറ്റു 0 എല്ലാം 0 ആയി പോകും. അപ്പോൾ രണ്ടാമത്തെ സീരീസ് കംപ്ലീറ്റ് ഇല്ലാതാവും. ഇങ്ങനെ കിട്ടും. ഇനി f of 0 പ്ലസും f of 0 മൈനസും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കണ്ടുപിടിക്കുക. അതൊക്കെ നോട്ടത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതാം ക്വസ്റ്റ്യൻ. f of x is equal to x if minus pi less than x less than 0 and pi minus x if 0 less than x less than pi. അപ്പോൾ നമ്മൾ f 0 പ്ലസ് കാണാൻ 0യിലെ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0യേക്കാൾ കൂടുതൽ വരുന്ന ഡെഫിനിഷൻ നോക്കുക. ഇതാണ് 0യേക്കാൾ ഗ്രേറ്റർ, എക്സിന്റെ വില 0യേക്കാൾ വലുതാകുന്ന ഭാഗം ഇതാണ്. ആ ഭാഗത്ത് നിന്നും എഫിന്റെ വില കണ്ടുപിടിക്കുക. ഇതിനകത്ത് എക്സിന് 0 ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ പൈ മൈനസ് 0 എന്നാണ് ഈക്വൽസ് പൈ. ഇതാണ് റൈറ്റ് ലിമിറ്റ്. ഫംഗ്ഷന്റെ 0യിലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണിത്, പൈ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം 0യിലെ 0 മൈനസ് എക്സിന്റെ വില 0യിലേക്ക് അടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ല 0യുടെ പിറകിൽ നിന്നും 0യിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ വെച്ച് ചെയ്യണം. ഇതിലേക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0. മനസ്സിലായോ? എക്സ് ലെസ് ദാൻ 0 വെച്ച് വേണം ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ. എക്സ് ഗ്രേറ്റർ ദാൻ 0യിലെ ഡെഫിനിഷൻ വെച്ച് വേണം റൈറ്റ് ലിമിറ്റ് കാണാൻ. ഒരു പോയിന്റിലെ റൈറ്റ് ലിമിറ്റ് എക്സ് നോട്ടിലെ റൈറ്റ് ലിമിറ്റ് കാണണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് ആകുന്ന പോയിന്റ് ഡെഫിനിഷൻ വേണം നോക്കാൻ. എക്സ് നോട്ട് എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ടിൽ തന്നിരിക്കുന്ന ഡെഫിനിഷനിൽ എക്സിന് പകരം എക്സ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ 0 ആണ്. 0യിലെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടാൻ എക്സ് ലെസ് ദാൻ 0യിലെ ഡെഫിനിഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക. അവിടേക്ക് എക്സിന് 0 കൊടുക്കുക. 0യിലെ റൈറ്റ് ലിമിറ്റ് കിട്ടാൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന ഭാഗം എടുക്കുക. അവിടെ എക്സിന് 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഞങ്ങളുടെ ആവറേജ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും 1/2 ഇൻറ്റു പൈ പ്ലസ് 0. 1/2 ഇൻറ്റു പൈ പ്ലസ് 0 ഇസ് ഈക്വൽ ടു എന്ത്? 4/π ഇൻറ്റു 1/1 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര. 1/2 ഇൻറ്റു പൈ പ്ലസ് 0 എന്ന് വെച്ചാൽ π/2. π/2 എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ, ഇത് ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. π/2 ഇൻറ്റു π/4 എന്നാകും. 4/πയുടെ റെസിപ്രോക്കൽ. π/2 ഇൻറ്റു π/4 ഈക്വൽ 1/1 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര.
2ഉം പൈ ബൈ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പം പൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു 4 8 ഇസ് ഈക്വൽ ടു 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ പ്ലസ് 1 ബൈ 5 സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ പൈ സ്ക്വയർ ബൈ 8ന് ഒരു സീരീസ് എക്സ്പ്രഷനും കിട്ടി ഈ പ്രോബ്ലത്തിൽ നിന്ന്.